ഹലോ. അപ്പോൾ ഞാൻ ഇന്നാണെങ്കിൽ എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് അതിന് മുന്നേ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്താലുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര മടിയായിട്ട് ഞാനിങ്ങനെ വെറുതെ കുത്തിയിരിക്കുകയാണ്. ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്ന് ബ്രേക്ക് എടുത്തു. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊന്ന് ഞാൻ പാത്രം കഴുകാൻ പോയി. പിന്നെ അതും പകുതിക്ക് വെച്ചിട്ട് ഞാൻ നിർത്തിയിട്ട് ഞാനിങ്ങനെ കുറച്ച് സമയം ഒന്ന് ഇരിക്കാൻ വേണ്ടി വന്നതാണ്. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാനുള്ളപ്പം ഒന്നൊന്ന് തുടങ്ങിക്കിട്ടാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ വെറുതെ കുത്തിയിരിക്കുകയാണ്. എൻ്റെ ചെടികളുണ്ടോ? ഓക്കെ, ഞാൻ ശരിക്കും കാണിച്ചു തരാം. തുടങ്ങിയ ഒരു സ്വഭാവമാണ് എനിക്ക് ഈ ചെടി വളർത്തുക, ഒത്തിരി ചെടി വാങ്ങിക്കൂട്ടുന്നത്. അങ്ങനെ ഞാൻ ഈ അടുത്ത് വാങ്ങിക്കൂട്ടിയ കുറച്ച് ചെടികളാണ് ഇത്. ഇനിയും കുറേ ഉണ്ട്, എല്ലാം ഓരോരോ റൂമിലാണ്. പിന്നെ ഒരെണ്ണം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാനിതിങ്ങനെ വളർന്ന് വലുതായി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ഇതേപോലത്തെ ഒരെണ്ണം ഞാൻ എൻ്റെ ബെഡ്റൂമിൽ വെച്ചിട്ടുണ്ട്. ഞാൻ രാവിലെ ആദ്യം നോക്കുന്നത് അതിലോട്ടേക്ക്. എന്നിട്ട് ഞാൻ എന്നിങ്ങനെ വിചാരിക്കും, ഇച്ചിരി വളർന്നു എന്നെപ്പോലെ വരാനുണ്ടെന്ന് എനിക്കറിയത്തില്ല. എനിക്കിങ്ങനെ തോന്നും, എല്ലാ ദിവസം ഒരു ഇച്ചിരി വളർന്ന പോലെ എനിക്ക് തോന്നും. എന്നാൽ വലിയ ചേഞ്ചസ് ഒന്നും ഇല്ല. പക്ഷേ ഞാനിങ്ങനെ നോക്കിയിരിക്കുകയാണ്. അതൊന്നിങ്ങനെ വളർന്ന് വലുതായി വരാൻ വേണ്ടി. ഇതിങ്ങനെ മറ്റേ വള്ളിച്ചെടിയില്ല, നമ്മുടെ നാട്ടിലെ മണി പ്ലാന്റ് ഒക്കെ പോലത്തെ അങ്ങനെ. എനിക്ക് ഭയങ്കര വൃത്തിയായിട്ട് കിടക്കാണ്. വൃത്തിയായിട്ടെന്ന് പറയുമ്പോൾ ഞാൻ രാവിലെ കുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ രാവിലെ ഞാനാണെങ്കിൽ എരിശ്ശേരി ഉണ്ടാക്കി, പിന്നെ ചിക്കൻ കറി വെച്ചു. കറിയല്ല, ഒരു സെമി ഗ്രേവി ഒക്കെ പോലെ. സോ ഇത് കഴിഞ്ഞ് എനിക്ക് ഇനി ഒത്തിരി പാത്രം കഴുകാനും എല്ലാം ഇവിടെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. മൊത്തത്തിൽ ഒത്തിരി കാര്യങ്ങളുള്ളതുകൊണ്ട് ഇങ്ങനെ മടുത്തിരിക്കുകയാണ്. നൈറ്റ് ഷിഫ്റ്റും കൂടി ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ അതിന് മുന്നേ എനിക്കിതെല്ലാം ചെയ്ത് തീർക്കണം. പിന്നെ എനിക്ക് എൻ്റെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്, അത് ചെയ്യണം. പിന്നെ ഇച്ചിരി നേരം ഉറങ്ങിയില്ലെങ്കിൽ ഞാൻ കുറേ നാളോടെ ഈ പ്രാവശ്യം നൈറ്റ് ഷിഫ്റ്റിന് പോകുന്നത്. അപ്പം ഉറങ്ങിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, എനിക്ക് അത് എങ്ങനെയെങ്കിലും എനിക്കൊരു സ്ഥിരത ഉണ്ടാവില്ല ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്ന് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് ഉറങ്ങണം. അങ്ങനെ കുറേ പണിയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ പതുക്കെ ചെയ്യാം. എൻ്റെ ഫേസൊക്കെ ഭയങ്കര വൃത്തിയായിട്ടിരിക്കാം. ഞാൻ എണീറ്റതുള്ളൂ. എൻ്റെ ഹെയറൊക്കെ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എണീറ്റ് വന്ന് ഞാൻ ഒന്ന് പല്ലൊക്കെ തേച്ച് ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ കുക്ക് ചെയ്തു. അങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ മുടി പോലും ഒന്നും ചീകിയിട്ടില്ല, അങ്ങനെ ഇരിക്കുന്ന കോലാണ്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്കൊന്ന് പോയി കുളിക്കണം, കിടന്നുറങ്ങണം. ഓക്കെ, അപ്പം ഞാൻ ആദ്യം ക്ലീനിങ് തുടങ്ങാം. കിച്ചൺ എല്ലാം ഒന്ന് അടുക്കി പെറുക്കി ക്ലീനാക്കി. എൻ്റെ അടുപ്പിൻ്റെ അവിടെയൊക്കെ ഭയങ്കര വൃത്തിയായിരുന്നു. ഞാൻ എല്ലാം ക്ലീനാക്കി, പാത്രമൊക്കെ എല്ലാം കഴുകി വെച്ച്. ഇനിയിപ്പോൾ എനിക്ക് സമാധാനമാണ്. ഞാൻ നാളെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴെല്ലാം കിച്ചൺ ഇതുപോലെ നല്ല ക്ലീൻ ആയിട്ടിരിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പം ഇവിടെ ഏകദേശം സമയം ഓക്കെ കാണുന്നില്ല. സോ ഇവിടെ ഇപ്പം ഏകദേശം 4 മണിയായി. ഞാൻ 4 മണി വരെ കിടന്ന് ഉറങ്ങാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഓൾറെഡി 4 മണിയായി. ഇനിയിപ്പോൾ എനിക്ക് ഉറങ്ങാനുള്ള സമയം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു 1 അവറെങ്കിലും കിടന്നുറങ്ങണം. സോ ഞാൻ ഒരു 5 മണി വരെ കിടന്നുറങ്ങി. 5 മണിക്ക് എണീറ്റിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ, കുളിക്കാനും ഒക്കെയുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഇനി ഒരു 1 അവർ ഞാൻ കിടന്ന് എന്തായാലും ഉറങ്ങാൻ വേണ്ടി പോവാണ്.
ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റിട്ട് ഇനി ബാക്കിയുള്ളൂ. കാരണം ഉറങ്ങാതെ പോയി കഴിഞ്ഞാൽ ഞാൻ ഇന്നത്തെ എൻ്റെ ഡ്യൂട്ടി ഭയങ്കര വൃത്തിയായിട്ട് ഡ്യൂട്ടി ആയിരിക്കും. അപ്പോൾ ശരി, നമുക്ക് ഉറങ്ങി എണീറ്റിട്ട് കാണാം. ബൈ. അപ്പോൾ 1 അവർ ഉറങ്ങിയില്ല, ഞാൻ ജസ്റ്റ് കിടന്നതേ ഉള്ളൂ. എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ഞാനിങ്ങനെ കിടന്നു കഴിഞ്ഞ് ഇങ്ങനെ നോക്കും. ബിക്കോസ് ഇതുപോലെ പകൽ അങ്ങനെ ഉറങ്ങി ശീലമില്ലാത്തതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ ഞാൻ ഒന്ന് മയങ്ങി വരുമ്പോഴത്തേക്ക് ഞാൻ എണീറ്റിട്ട് ഇനി എത്ര സമയമുണ്ട് ഉറങ്ങാൻ, ഇനി എത്ര സമയമുണ്ട് ഉറങ്ങാൻ, സമയം എത്രയായി നോക്കിയിരിക്കുമായിരുന്നു. അങ്ങനെ എല്ലാം അടിച്ചു എണീറ്റു. ഇനിയിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഒരുങ്ങണം. അപ്പം ഞാനിനി ഒരുങ്ങിയിട്ട് നമുക്ക് കാണാം. അപ്പം ഞാനാണെങ്കിൽ റെഡിയായി കഴിഞ്ഞു. ഇപ്പം 7 മണിയായി. ഇനി 7:10 ആകുമ്പം എൻ്റെ ഫ്രണ്ട് പോകുമ്പോൾ അവളെന്നെ കൂട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ആദ്യം ഇങ്ങനത്തെ ആഭരണങ്ങളൊക്കെ നമുക്ക് അണിയണം. ID ബാൻഡ്, ടോർച്ച്, നമ്മുടെ 3 രൂപയുടെ പേന, പിന്നെ സ്റ്റാമ്പ്. പിന്നെ ഞാൻ ഒരു കോഫി മഗ് എടുത്തിട്ടുണ്ട്. സോ നൈറ്റ് ആയതുകൊണ്ട് എന്തായാലും ഒത്തിരി കോഫി കുടിക്കും. അപ്പം അതുകൊണ്ട് ഒരു കോഫി മഗ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കച്ച മാംഗോ, പിന്നെ ഞാൻ ഇവിടെ ഒരു ഇന്ത്യൻ ഷോപ്പിൽ പോയപ്പോൾ അവിടെ നിന്ന് മേടിച്ചാൽ അങ്ങനത്തെ കുറച്ച് കച്ച മാംഗോ എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ വാട്ടർ ബോട്ടിൽ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ കൊണ്ടുപോകുന്ന ഡ്യൂട്ടിക്ക്. പിന്നെ ഒരു ജാക്കറ്റ്. ഈ ഒരു ജാക്കറ്റ് ഞാൻ എപ്പോഴും എടുക്കും, ബിക്കോസ് ഞാൻ എപ്പോഴും തണുപ്പായിരിക്കും. എനിക്ക് എപ്പോഴും തണുപ്പായിരിക്കും, അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു ജാക്കറ്റും എടുക്കും. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം പോകാൻ വേണ്ടി എല്ലാം റെഡിയായി. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 10 മിനിറ്റ് കൂടെ ഉണ്ട്. എനിക്ക് എപ്പോഴും ഇങ്ങനെ നേരത്തെ ഒരുങ്ങിയിരിക്കണം ഒരു വഴിക്ക് പോകണമെങ്കിൽ. പക്ഷെ ഞാൻ എപ്പോഴും ലേറ്റായിട്ടാണ് പോകുന്നത്. പക്ഷെ എന്നാലും ഞാനിങ്ങനെ നേരത്തെ ഒരുങ്ങിയത്. ഞാൻ എന്നിട്ട് നേരത്തെ ഒരുങ്ങിയത് ഏറ്റവും ലാസ്റ്റ് നിമിഷം ഞാൻ എന്തെങ്കിലും ഒന്ന് മറന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ലേറ്റ് ആവുന്നത്. പക്ഷേ എന്തൊക്കെയാണോ എനിക്കൊരു 1 അവർ മുന്നേ ഒരുങ്ങാൻ തുടങ്ങിയിട്ട് ഇങ്ങനെ ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ വെറുതെ ഇരിക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഇല്ല, ചുമ്മാ ഒരു വ്ളോഗ്. അപ്പം ഇനി ഞാൻ പോയി 4 പേഷ്യൻസിനെയൊക്കെ നോക്കി, 4 അല്ല 7 പേഷ്യൻസ് ഉണ്ടാകും മിക്കവാറും. ഓക്കെ, അപ്പോൾ പേഷ്യൻസിനൊക്കെ നോക്കി അടിപൊളിയായിട്ടൊരു ഷിഫ്റ്റൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് രാവിലെ വരാം. അപ്പോൾ ശരി, ബൈ.